സ്നേഹമുള്ളവരെ, വിവാഹോരുക്ക സെമിനാർ ഓൺലൈനായി നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. വിവാഹമെന്ന കൂദാശയ്ക്ക് സഭ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവാഹ ഒരുക്കം എന്നുള്ള പേരിൽ നമുക്കറിയാം, വിവിധ മതസമൂഹങ്ങളിൽപ്പെട്ടുള്ള മനുഷ്യ സമൂഹത്തിൽ നമ്മൾ വിവാഹം എന്ന സമ്പ്രദായം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടുകൂടി ഇതിനുവേണ്ടി ഒരു ഒരുക്ക ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചതിന് ആണ് നടത്തുക. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് പോലും ഇങ്ങനെ ഓൺലൈനായിട്ട് ഒരു വിവാഹ ഒരുക്ക സെമിനാർ നടത്തുവാനായിട്ട് സഭയെ പ്രേരിപ്പിക്കുന്നതും സഭ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ, ഓൺലൈനായി പങ്കെടുക്കുമ്പോൾ, വിവാഹ ഒരുക്ക സെമിനാറിന് സഭ കൊടുക്കുന്ന പ്രാധാന്യം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ വിവാഹം ഒരു കൂദാശയാണ് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. മറ്റ് മതസമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കത്തോലിക്ക വിശ്വാസത്തിൽ വിവാഹത്തിനുള്ള പ്രത്യേകത, വിവാഹം ഒരു കൂദാശയാണ്. സാധാരണ വിവാഹോരുക്ക സെമിനാറുകൾക്കൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളോട്, യുവതി യുവാക്കളോട് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹോരുക്ക സെമിനാറിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? അപ്പം പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഇത് നിർബന്ധിതമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുകൊണ്ട് നിർബന്ധിതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും, ചിലർ പറയാറുണ്ട്, ചിലർ കൈമലർത്തി കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾ തോന്നാറില്ല. കാരണം നമ്മളിന്ന് മാധ്യമങ്ങളുടെയൊക്കെ കാലമാണ്. നെറ്റിലൂടെ ഒക്കെ നമുക്ക് വിവാഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു മുതിർന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ക്ലാസിന്റെ പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പലർക്കും സംശയം തോന്നാറുണ്ട്. പക്ഷേ സഭ വിവാഹോരുക്ക സെമിനാറുകൾ നടത്തുന്നതിന് കാരണം ഇതൊരു കൂദാശയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കം ആവശ്യമാണ്. കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കം ആവശ്യമാണ്. കാരണം കൂദാശയിലൂടെ എന്താണ് കിട്ടുന്നത്? ദൈവികമായ കൃപാവരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കൃപാവരം സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം. ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരുക്കം ആവശ്യമാണ്. അത് സഭയാകുന്ന അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി നൽകുന്നതാണ് വിവാഹ ഒരുക്ക സെമിനാറുകൾ. ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വിവാഹം എന്ന കൂദാശയിലേക്ക് കടക്കാം. വിവാഹം എന്ന കൂദാശയുടെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? അതും സാധാരണ വിവാഹ സെമിനാറുകളിൽ ഈ യുവതിവാഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ വികാരിച്ചിനെ ഏൽപ്പിച്ച ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നിങ്ങളെ പോലെയുള്ള വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുടെ നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, അങ്ങനെ ഒരു ചടങ്ങ്. ഇപ്പോൾ കൊറോണ കാലത്താണെങ്കിൽ പോലും നിങ്ങളുടെ വികാരിച്ചിന്റെ അടുത്ത് നിങ്ങൾ ആത്മീയ ഉപദേശം തേടുകയും വികാരിച്ച് നിങ്ങൾ കത്തോലിക്ക വിശ്വാസം നയിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഈ കാലയളവിൽ വന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് അവധിക്കാലത്ത് നാട്ടിലെത്തിയ യുവാക്കന്മാരാണ് പലപ്പോഴും മുമ്പിലെത്തി. ഇപ്പോഴും ഓർക്കുന്ന കൊച്ചച്ഛനായിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെ ടെൻഷനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എന്തോ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ആ ടെൻഷനില്ല എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ടെൻഷൻ മേടിക്കണ്ട, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കുമ്പസാരത്തിനുള്ള ജപം. സാധാരണ എല്ലാ അച്ഛന്മാരും ചോദിക്കാറുള്ള അച്ഛന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുമ്പസാരത്തിനുള്ള ജപം. എന്തിനാണ് കുമ്പസാരത്തിനുള്ള ജപം? ഇതൊരു കൂദാശ ജീവിതം നയിക്കുന്ന ആളാണോ എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നലെ സൗദിയിൽ നിന്ന് വന്നതേ ഉള്ളൂ, അതുകൊണ്ടൊന്ന് തുടങ്ങിത്തരാം. ന്യായമായ ആവശ്യമാണ്. ഞാൻ തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവത്തോട്. അപ്പൊ എവിടെയോ കേട്ട ഒരു ഓർമ്മയിൽ അദ്ദേഹം പറഞ്ഞു, ശരി, സർവശക്തനായ ദൈവത്തോട്. ഞാൻ പറഞ്ഞു, പിന്നെ അച്ഛാ ഒന്നുകൂടെ. ഞാൻ പറഞ്ഞു, നിത്യകന്യകയായ പിന്നെ അച്ഛാ ഒന്നുകൂടെ. അങ്ങനെ മനോഹരമായിട്ട് കുമ്പസാരത്തിനുള്ള ജപം കൊണ്ട് ഞാൻ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, അങ്ങനെയാണ് വിശ്വാസ പ്രമാണം ചോദിക്കുക. 1ാം ക്ലാസ് തൊട്ട് സ്കൂളിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ കേൾക്കുന്നതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ചോദിച്ചപ്പോൾ ഏകദേശം ഇത് തന്നെയാണ് അവസ്ഥ.
അപ്പൊ എനിക്ക് മനസ്സിലായി നമസ്കാരങ്ങളൊന്നും കൃത്യമായിട്ട് ഈ ചെറുപ്പക്കാരൻ അറിയത്തില്ല. എങ്കിലും വിവാഹ കൂദാശയ്ക്ക് അനിവാര്യമായ മാര്യേജ് കോഴ്സ് കൂടിയിട്ട് വന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിച്ചു, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്തോ അറിയാവുന്ന ഞാൻ ചോദിച്ചു, ഉത്തരം അറിയാമോ, മാര്യേജ് കോഴ്സ് കൂടിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയാം. ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ദൈവവുമായി അങ്ങനെ തുടങ്ങിയാണ്. എനിക്ക് സന്തോഷമായി, ചെറുപ്പക്കാരൻ ദൈവവുമായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവവുമായി. ഞാൻ ചോദിച്ചു ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിന് കാരണം അദ്ദേഹത്തോടൊരു സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു കൊടുത്തു. വികാരിച്ചന്മാരുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ വളരെ സ്പിരിച്വലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പാസ്സായി ഇറങ്ങി വരാം. അതുകൊണ്ട് അദ്ദേഹം സ്പിരിച്വലായിട്ട് പറഞ്ഞു ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ വിവാഹം കഴിക്കുന്നത് ദൈവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ വേണ്ടിയാണ്, ഒരു ദൈവാനുഭവത്തിലേക്ക് കൂടുതൽ വളരുന്നതിന് വേണ്ടിയാണ്. വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. എന്താണ്? സ്നേഹദായകം, ജീവദായകം. അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വിവാഹത്തിന് 2 ലക്ഷ്യങ്ങളാണ്. പരസ്പരം സ്നേഹിക്കുക, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. ദമ്പതികൾ ഭാര്യയും ഭർത്താവും പെണ്ണും ചെറുക്കനും പരസ്പരം സ്നേഹിക്കുക. രണ്ടാമത്തത് അവര് സൃഷ്ടാവിനോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന കാര്യം വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ 2ആണ്: സ്നേഹദായകം, ജീവദായകം. പരസ്പരം സ്നേഹിക്കുക, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. അച്ഛന്റെ അടുത്ത ചോദ്യം, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിവാഹ കൂദാശ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ വിവാഹം ഒരു സെമിനാറൊക്കെ നടത്തി സഭയുടേതായ രീതിയിൽ സഭയുടെ ശൈലിയിൽ ഒരു കൂദാശ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പലപ്പോഴും ഈ ചോദ്യവും വിവാഹോരുക്ക വേദികളിൽ, സെമിനാറിന്റെ വേദികളിൽ ഉന്നയിക്കാറുള്ളതാണ്. ഈ പരസ്പരം സ്നേഹിക്കാനും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനും കൂദാശ സ്വീകരിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തത്, പരസ്പരം സ്നേഹിക്കാൻ കൂദാശ സ്വീകരിക്കേണ്ട അനിവാര്യമാണ്. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, എനിക്ക് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷനെ സ്നേഹിക്കാനായിട്ട് എനിക്കൊരു കൂദാശയുടെ ആവശ്യമുണ്ട്, സ്നേഹിക്കാൻ ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും വർഷങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഏറെ നാളുകൾ ഫോണിലൂടെ ഒക്കെ സൗഹൃദം സ്ഥാപിച്ച് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വിവാഹം കഴിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. പരസ്പരം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളും പ്രണയിച്ചത് ഒരു കൂദാശ സ്വീകരിച്ചിട്ടാണോ നമ്മൾ പ്രണയിച്ചത്? രണ്ടാമത്തത്, ഈ വിവാഹ കൂദാശ സ്വീകരിച്ചവരെല്ലാം പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ കുടുംബജീവിതത്തെ വിവാഹം കഴിച്ച ആളുകളെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുകയാണ്. അവിടെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കൂദാശയുടെ ആവശ്യമാണ്. അപ്പോൾ അതിന് പലപ്പോഴും ചിലർ പറയാറുണ്ട് ആവശ്യമില്ല, പരസ്പരം സ്നേഹിക്കാനായിട്ട് ഒരു കൂദാശ സ്വീകരണത്തിന്റെ ആവശ്യം. കൂദാശ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാം. സ്നേഹം എന്ന് പറയുന്നത് നൈസർഗികമായ ഒരു വാസനയല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്ന് പറയുമ്പോഴും വിവാഹ കൂദാശ സ്വീകരിച്ചാലേ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായിട്ട് വിവാഹ കൂദാശ സ്വീകരിച്ചവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് സാധിക്കുന്നു. മക്കളില്ലാത്ത ഒത്തിരിയേറെ ദമ്പതികളുണ്ട്. അപ്പോൾ അവിടെയും ഈ രണ്ടാമത്തെ കാര്യം ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടൊരു ചിന്ത ഉണ്ടാകാം. വിവാഹ കൂദാശ പരസ്പര സ്നേഹത്തിനും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നതിനും ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇതില്ലാതെ സാധിക്കില്ലേ എന്നുള്ള ചോദ്യം ആധുനിക ലോകത്ത്. ഈ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് സമൂഹത്തിൽ അറിയാം, ഇന്നത്തെ യുവജനങ്ങൾ ഒരുമിച്ച് ലിവിങ് ടുഗദർ, ഒരുമിച്ച് താമസിക്കുന്നു. വിവാഹമൊന്നും കൂദാശ സ്വീകരിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന സംസ്കാരവും, വിവാഹം എന്ന അതൊരു ബോണ്ടേജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അടിമത്തമായിട്ട്, താലി ഒരു ചങ്ങലയായിട്ട് കണ്ടുകൊണ്ട് വിവാഹത്തിന്റെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളെയും ഒക്കെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ കാണുന്നുണ്ട്. അവിടെ കത്തോലിക്ക സഭയുടെ ഈ കൂദാശയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ദൈവം ദമ്പതികൾക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ട് ഒരു കൃപ നൽകുന്ന കൂദാശയാണ്. ഒരു വൈദികന് ബലിയർപ്പിക്കുവാനും കുമ്പസാര കൂദാശ, പാപമോചന കൂദാശ പരികർമ്മം ചെയ്യുവാനും കർത്താവിന്റെ പ്രതിപുരുഷനായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള ഒരു കൃപ പൗരോഹിത്യത്തിലൂടെ, അല്ലെങ്കിൽ തിരുപ്പട്ടത്തിലൂടെ കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ദമ്പതികൾക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ള ഒരു സവിശേഷമായ ഒരു കൃപ ദൈവം ഈ കൂദാശയിലൂടെ കൊടുക്കുന്നു.
വിവാഹം എന്ന കൂതാശയിലൂടെ ദൈവത്തിന്റെ ഒരു കൃപ കിട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒരു അച്ഛന് കിട്ടുന്ന കൃപയല്ല വിവാഹിതർക്ക് കിട്ടുന്നത്. വിവാഹിതർക്ക് കിട്ടുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്നേഹിക്കാനായിട്ടുള്ള ഒരു സവിശേഷമായ ഒരു കൃപ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്നേഹത്തിന് പരിമിതികളുണ്ട് എന്നുള്ള വലിയ സത്യമാണ്. നമ്മുടെ സ്നേഹത്തിന് പരിമിതികളുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പേരൻസ് നമുക്ക്, മാതാപിതാക്കൾ എത്ര പ്രിയപ്പെട്ടവരായിരുന്നു നമുക്ക്, അല്ലെ? ഒരു കാലത്ത് നമ്മുടെ എല്ലാമായിരുന്നു അവർ. പക്ഷെ നമ്മൾ വളർന്നു, നമ്മുടെ ചിന്തകളും നമ്മുടെ വ്യക്തിത്വവും ഒക്കെ വളർന്നു. ഇന്ന് അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷെ അവരുടെ ജീവിത നിലവാരത്തെക്കാളും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് നമുക്ക് പണ്ടത്തെ പോലെ അവരെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് വിവാഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനെ വേദനിപ്പിച്ച് നടത്തുന്ന സാഹചര്യം നമ്മൾ കാണാറില്ല. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന് ഒരു പരിമിതിയുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന് ഒരു പരിമിതിയുണ്ട്. എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ചിലർ പറയാ, ഞങ്ങൾ 6 വർഷം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അത് ഞങ്ങളുടെ ഭാഗമല്ല. കാരണം ഞങ്ങൾ 6 വർഷം ഒരുമിച്ച് പ്രണയിച്ച് ഒരുപോലെ സങ്കല്പങ്ങളൊക്കെ പങ്കുവെച്ച് എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്നിടത്ത് ചില പരിമിതികളുണ്ട്. എന്താണ് ആ പരിമിതി? എല്ലാ വ്യക്തികൾക്കും അവനവന്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്വകാര്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എന്റേതായ ഒരു സ്പേസ് ഉണ്ട്. ഇത്രയും നാളും ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ, ഞാനായിരിക്കുന്ന ജോലി സ്ഥലത്ത് എന്റേതായിട്ടുള്ള സ്വകാര്യമായ മുറികളിൽ, എന്റെ കിടക്കയിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു. ആ സ്വകാര്യതയിലേക്കാണ് ഒരാൾ ഇനി കടന്നു വരാനായിട്ടുള്ളത്. ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഇനിമേൽ നിങ്ങൾ 2 പേര് ചേർന്നുള്ള ഒരു ജീവിതമല്ല, ഒരാൾ തന്നെയാണ്, അല്ലെ? 2 പേര് ഒന്നായിട്ട് മാറുന്ന കൂതാശയാണ്, ഒന്നായിട്ട് മാറുന്ന ഒരു കൂതാശയാണ്. കുറച്ചുകൂടെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരു ഉമ്മയുടെ രീതിയിൽ ചിന്തിക്കുകയാണ്. പാടവരമ്പത്തൂടെ നമുക്ക് വരമ്പ്, നാട്ടിലൊക്കെ ഉള്ളവർക്കറിയാം, വരമ്പത്തൂടെ നമ്മൾ സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. സൈക്കിൾ ഓടിച്ചു പോകുമ്പോഴത്തേന് വരമ്പ് വളരെ ചെറുതാണ്. നമ്മൾ ബാലൻസ് ഒക്കെ ചെയ്ത് സൈക്കിൾ ഓടിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ പോയി ഈ സൈക്കിളിന്റെ പുറകെ നമ്മൾ ഒരാളെ കൂടെ വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ റിസ്ക് ആണ്. കാരണം എന്താണ്? കുറച്ചുകൂടെ വണ്ടി ഈ സൈക്കിളിന് ഭാരം കൂടി, കുറച്ചുകൂടെ ഒക്കെ ബാലൻസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ 2 പേരുടെ ചെള്ളയെ കിടക്കും. അതുകൊണ്ട് ഇച്ചിരി ബാലൻസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യം. ഇനി 2 കുഞ്ഞുങ്ങളുടെ ഒക്കെ ആയി പിന്നെ ഭാരം കൂടുതലാണ്. കുടുംബജീവിതം നമ്മൾ കരുതുന്നത് വരമ്പ് വിശാലമാകുന്നില്ല. നമ്മൾ കടന്നു വന്ന വരമ്പിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൂടുതൽ ബാലൻസ് ചെയ്യണം. കാരണം എന്താണ്? ഇവിടെ കൂടുതൽ 2 പേര് ചേർന്നാണ്. 2 പേര് നിന്റെ സ്വകാര്യതയിലേക്ക് ഒരാൾ കടന്നു വന്ന് എന്നേക്കുമായിട്ട് ഒന്നായിട്ട് മാറുകയാണ്. മലയാളത്തിൽ ഈ ചിന്ത പങ്കുവയ്ക്കുന്ന മനോഹരമായ ഒരു സിനിമയുണ്ട്. പക്ഷേ നിങ്ങളിൽ ഏറെക്കുറെ പേരെങ്കിലും കണ്ടിരിക്കുന്നതായിരിക്കും. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള അതിനകത്തെ ഒരു ടൈറ്റിൽ പാചകം പോലെ കൊടുത്തിരിക്കുന്നതാണ്. മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാണ് എന്റെ ജീവിതം. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഭാര്യയും ഭർത്താവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് പ്രായമായി, ഒരു ഭാര്യയ്ക്ക് ഇരിക്കട്ടെ, ഒരു ഭർത്താവ് ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തോട് ഒരാളെയും കൂടെ നമ്മൾ ചേർത്ത് വെക്കുക. അയാൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. പക്ഷേ അങ്ങനെ ഭാഗമായിട്ട് മാറുകയല്ല, ഞാൻ തന്നെയായിട്ട് മാറുകയാണ്. എന്റെ ജീവിതം തന്നെയായിട്ട് ആ വ്യക്തി മാറുകയാണ്. അതാണ് ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ 2 പേരല്ല, 1. വിവാഹ ജീവിതത്തിൽ 2 പേരെന്നുള്ളതില്ലേ, 2 പേരുള്ളപ്പോഴാണ് പലപ്പോഴും ഇന്ന് മോഡേൺ മാര്യേജിന്റെ കാര്യത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞതാണ് അഡ്ജസ്റ്റ്മെന്റ്. 2 പേര് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ പോവുക. 2 പേരുള്ളതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്നത്. 1 കഴിയുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പണ്ട് നമ്മൾ കുറെ കാലമെങ്കിലും മോഡേൺ സൈക്കോളജിയൊക്കെ പലപ്പോഴും ചിന്തകരൊക്കെ പലപ്പോഴും അത് വെച്ച് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കുഴപ്പമുണ്ട്. കത്തോലിക്ക വിവാഹം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നായതിലുള്ള ജീവിതമാണ്. ഭാര്യയും ഭർത്താവും ഞങ്ങൾ 2 അല്ല 1 എന്ന് ചിന്തിക്കും. മൈ വൈഫ് ഈസ് മൈ ലൈഫ്, എന്റെ ഭാര്യ തന്നെയാണ്. ഈ ബോധമില്ലാത്തതുകൊണ്ടാണ് ആധുനിക ഫെമിനിസ്റ്റുകളൊക്കെ പലരും പറയുന്നത് ഭർത്താവിന്റെയും ഭാര്യയ്ക്ക് സന്തോഷം കണ്ടെത്താം. ഭർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. ഭാര്യയ്ക്ക് ഭാര്യയുടെ സന്തോഷമുണ്ട്, ഭർത്താവിന് ഭർത്താവിന്റെ സന്തോഷമുണ്ട്, ഭർത്താവിന് പുരുഷന്മാരുടേതായ ലോകത്തിലെ ആ ഒരു സന്തോഷമുണ്ട്, ഭാര്യയ്ക്ക് സ്ത്രീകളുടേതായ ജീവിതത്തിലെ സന്തോഷമുണ്ട്. പക്ഷെ വിവാഹിതരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സന്തോഷം ഒന്നാണ്. ഭാര്യയും ഭർത്താവും ഒന്നാകുന്നതിനുള്ള സന്തോഷം. ഈ കൊറോണ നാളുകളിൽ
നാളും ജോലിയുടെ തിരക്കുകളും ഒക്കെ ആയിട്ട് ഓടി നടന്നവരൊക്കെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു വീട്ടിലായിരിക്കുന്നതിന്റെ സന്തോഷം, അത് വലിയൊരു സന്തോഷമാണ്. കർത്താവ് വിവാഹം എന്ന കൂദാശ സ്ഥാപിച്ച് ദമ്പതികൾക്ക് കൃപ കൊടുക്കുന്നത് ഈ ഒന്നായി ജീവിക്കുന്നതിലുള്ള ഒരു സന്തോഷമാണ്. മറ്റൊരു കഴിഞ്ഞ കാല നാളുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മനോഹരമായ മറ്റൊരു സിനിമയിലെ ഒരു ചെറിയ രംഗം കൂടി നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതിന് കാരണം ദാമ്പത്യത്തിന്റെ ഒരുമയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു രംഗം അതിനകത്ത് വിവരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവ്, സ്റ്റീഫൻ അച്ചായനും ഭാര്യ എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ എന്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന ഒരു സിനിമയിൽ ഒരു ദമ്പതികളെ ചിത്രീകരിക്കുകയാണ്. സ്റ്റീഫൻ അച്ചായനും ഭാര്യയും കഥാനായകൻ നോക്കുമ്പോൾ കഥയുടെ ആരംഭം മുതൽ ഈ ഭാര്യയും ഭർത്താവും നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ആ വീടുകളിലൊക്കെ ഉള്ളതുപോലെ സൗന്ദര്യ പിണക്കങ്ങളോ വഴക്കുകളോ ഒന്നും ഇവർക്കിടയിൽ കാണുന്നില്ല. സ്റ്റീഫൻ അച്ചായന് കാപ്പ് കൊടുക്കുന്ന ഭാര്യ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോവുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഈ കഥാനായകൻ കണ്ടുപിടിക്കുകയാണ് ഇവർ രണ്ടുപേരും 2 മുറികളിലാണ് ഉറങ്ങുന്നത്. 2 മുറികൾ, ഒരു ഭാര്യയും ഭർത്താവും 2 മുറികളിൽ ഉറങ്ങുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഈ കഥാനായകൻ ഈ സ്റ്റീഫൻ അച്ചായനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ നിങ്ങൾ എന്താണ് 2 മുറികളിൽ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് മനസ്സുറക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വിവാഹ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ തന്നെ ഞാനും ഭാര്യയും തമ്മിൽ ശാരീരികമായി ഞങ്ങൾക്കൊരു അനേകം 7 വർഷം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണ് ഇവരെന്ന് നമ്മൾ കൂട്ടി വായിക്കും. 7 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശാരീരികമായിട്ട് ഒരു അകൽച്ച അനുഭവമുണ്ട്. അവളുടെ ശരീരത്തോട് അവനും അവന്റെ ശരീരത്തോട് അവൾക്കും ഒരു അകൽച്ച അനുഭവമുണ്ട്. അപ്പൊ അവര് നല്ല ദമ്പതികളായതുകൊണ്ട് അവർ വിവാഹമോചനത്തിനൊന്നും പോയില്ല, ഉടനെ ഡിവോഴ്സിനൊന്നും അവർ പോയില്ല. അവരെന്ത് ചെയ്തു? ശാരീരികമാണ് നമുക്ക് പ്രശ്നം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിടക്ക 2ആയിട്ട് ഭാഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബെഡ് 2ആയിട്ട് വെട്ടിമുറിച്ചെന്നല്ല, മറിച്ച് അവര് കിടക്കി ഒരു ഭാഗം ഭർത്താവിനും ഒരു ഭാഗം ഭാര്യയ്ക്കും വേണ്ടി അവർ മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം മുട്ടാതെ അവർ 2ആയിട്ട് തന്നെ ജീവിക്കുകയാണ്. അങ്ങനെ കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി കഴിയുമ്പോൾ ഒരു കിടക്കയ്ക്ക് പോലും ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോൾ ഈ ഭർത്താവിന്റെ കിടക്കയുടെ സമീപത്ത് ചില കാര്യങ്ങൾ എന്താണ് വന്നത്? മദ്യകുപ്പികൾ, സിഗരറ്റ്, അതുപോലുള്ള ലഹരി പാനീയങ്ങൾ, ലഹരി വസ്തുക്കൾ വരാൻ തുടങ്ങി. കാരണം അയാൾക്ക് ആശ്വാസം കിട്ടുന്നത് മദ്യമൊക്കെ ഉള്ളൂ. ഈ ഭാര്യയിൽ നിന്നും പ്രത്യേകിച്ച് സന്തോഷമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇയാളുടെ കിടക്കയുടെ സമീപത്ത് ഒരു ചെറിയൊരു മേശയും കൂടെ വന്നു, അതായത് കുപ്പിയൊക്കെ വെച്ച് 2 അടിച്ച് മനുഷ്യൻ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഭാര്യയുടെ കിടക്കയുടെ സമീപത്ത് ഇതുപോലൊരു ചെറിയൊരു മേശവും അതിൽ വന്നിരിക്കുന്നത് ജപമാല, ബൈബിള്, പ്രാർത്ഥനാ പുസ്തകങ്ങൾ. ഒരു ഭർത്താവിന് കിട്ടാത്ത ആശ്വാസം കർത്താവിന് കിട്ടട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ ഈ മനുഷ്യൻ, ഈ സ്ത്രീയും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമകാലീന നമ്മുടെ കൊറോണ കാലമൊക്കെ ഇതിനൊക്കെ ഒത്തിരിയേറെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. വിവാഹമോചിതരാകാതെ ഒരേ വീട്ടിൽ തന്നെ വിവാഹമോചിതരായി ജീവിക്കുന്ന ആളുകൾ. വിവാഹമോചനത്തിനൊന്നും പോയിട്ടില്ല, പക്ഷെ മനസ്സുകൊണ്ട് അവർ പണ്ടേ വിവാഹമോചിതരായിരിക്കും. അങ്ങനെ ജീവിക്കുകയാണ്. ഇനിയും എന്നിട്ട് കഥാനായകൻ ഈ മനുഷ്യൻ സ്റ്റീഫൻ അച്ചായൻ പറയുകയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു മുറിക്ക് പോലും ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ 2 മുറികളിലേക്ക് അവർ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര നല്ല ഭാര്യയും ഭർത്താവും അവരെന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെ. അവർ വിവാഹമോചനത്തിന് പോയില്ല. സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അവളുടെ വീട്ടിലും അവന്റെ വീട്ടിലുമായിട്ട് 2ആയിട്ട് മാറി ഇത്രയും നാളും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. 2 മുറികളിലായിട്ട് അവര് വിവാഹമോചിതരായിട്ട്, എന്നാൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞു പോവുകയാണ്. ഒന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പ്രയാസമുള്ള ഒരു കാര്യം. ഒന്നായിട്ട് ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു ശരീരമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് അസാധ്യമായ ഒരു കാര്യമാണ്. മനുഷ്യന് അസാധ്യമായ ഒരു കാര്യം. കാരണം മനുഷ്യൻ സ്വാർത്ഥനാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായതുകൊണ്ട് ദൈവം ദമ്പതികൾക്ക് ഒരു ശരീരമായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപ കൊടുക്കുന്ന ഉദാശയാണ് വിവാഹം എന്ന ഉദാശ. ഒന്നായിട്ട് ഒരു ശരീരമായിട്ട് ജീവിക്കാൻ, ദൈവമായിട്ട് ബന്ധപ്പെടാനുള്ള ജീവിതമല്ല ഇത്. അല്ലെങ്കിൽ എന്താണ് പൗരോഹിത്യത്തിന്റെ സന്യാസത്തിന്റെയും ഒക്കെയുള്ള ദൈവാനുഭവങ്ങളിലുള്ള വളർച്ചയുടെ ജീവിതമാണ് ഇത്. ഒരു ശരീരമായിട്ട് ജീവിക്കുന്നത്, ഒരു പെണ്ണും ചെറുക്കനോട് ഒരുമിച്ച് ജീവിച്ചിട്ട് അവർ ഒരു ശരീരമായിട്ട് ജീവിക്കുന്നു. അത് സങ്കല്പത്തിലുള്ളതാണ്. ഭാര്യ ഭർത്താവും ചേർന്നിട്ട് 2 പേരും തോളത്ത് കൈയിട്ടിരുന്നിട്ട് പറയാണ്, എടി നമ്മൾ ഒന്നാ എന്ന് പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷേ യാഥാർത്ഥ്യം റിയാലിറ്റി അതിനെ സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയും കൂടെ ആവശ്യമാണ്. അത് കിട്ടുന്ന ഉദാശയാണ് വിവാഹം എന്ന ഉദാശ. ഇനിയും എങ്ങനെയാണ് ദൈവം ഈ കൃപാവരം മനുഷ്യന് സാധ്യമാക്കും? ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മൾ പറയുന്നു, മനുഷ്യന് സാധ്യമല്ലെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മൾ പറയുന്നത്.
കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ട്. കാരണം ദൈവം തന്നെ ത്രിയേകമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ദൈവിക വ്യക്തികളാണ് അല്ലെ. വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും 2 വ്യക്തികൾ ഒന്നായിട്ട് ജീവിക്കുന്നെങ്കിൽ ത്രിയേക ദൈവം തന്നെ 3 ദൈവിക വ്യക്തികളാണ്. പക്ഷെ 3 ദൈവങ്ങളാണ് അല്ല, ഏക ദൈവമാണ്. പരിശുദ്ധ തൃത്വം 3 ദൈവിക വ്യക്തികൾ ചേർന്ന ഏക ദൈവമാണ്. ആ ദൈവത്തിന് ഈ ഭൂമിയിലെ 2 വ്യക്തികളെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. രണ്ടാമത്തേത് ഈശോമിശിഹ. നമ്മൾ ഈശോമിശിഹ, കാരണം ഈ ദൈവത്തിന്റെ, ഈ പരിശുദ്ധ തത്വത്തിന്റെ മനുഷ്യാവതാരമാണ് ഈശോമിശിഹ. നമുക്കറിയാം. ഈശോമിശിഹായിലേക്ക് നമുക്കൊന്നും വരാം. ഈശോമിശിഹായുടെ പ്രത്യേകത എന്താണ്? ഈശോമിശിഹായിക്ക് 2 സ്വഭാവങ്ങളുണ്ട് അല്ലെ. ഈശോമിശിഹായിക്ക് 2 സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവം. ഈ 2 സ്വഭാവങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഈ 2 സ്വഭാവങ്ങളെ ഈ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, ദാമ്പത്യത്തിനും ഇതുപോലെ 2 സ്വഭാവമാണ്. എന്താണ് ദാമ്പത്യത്തിന് 2 സ്വഭാവം? ഭാര്യയുടെ സ്വഭാവവും ഭർത്താവിന്റെ സ്വഭാവം അല്ലെ. ഭാര്യ അവളുടെ നാട്ടുപുറത്തുകാരി, അല്ലെങ്കിൽ ടൗണിൽ ജീവിച്ച് വളർന്നവൾ, അവൾ പഠിച്ച സ്കൂള്, അവള് ജോലിക്ക് പോയ സ്ഥലങ്ങള്, അവളുടെ കൾച്ചർ, അവളുടെ കുടുംബം, അവളുടെ ഒരു കൾച്ചർ, അവളുടെ ഒരു സ്വഭാവ രീതി, ഭാര്യയുടെ സ്വഭാവ രീതി. ചില മാതാപിതാക്കളുടെ പെൺമക്കളെ കുറിച്ചൊക്കെ, ആമക്കളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ വെച്ചാൽ പ്രാർത്ഥിക്കണം, അവൻ വിവാഹം കഴിക്കാനായിട്ട് പോവുക, മുഖത്ത് അവനെ ശുദ്ധി, എങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കും, എങ്ങനെ ഒരു ചെറുക്കൻ്റെ കൂടെ ജീവിക്കും എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. 2 സ്വഭാവം. ഈ 2 സ്വഭാവങ്ങൾ മരണം വരെ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ എളുപ്പമാണ്, പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ 2 സ്വഭാവങ്ങൾ ഒന്നായിട്ട് ഏക പൊരുത്തത്തോടെ, പാരസ്പര്യത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈശോമിശിഹായിലേക്ക് കാണുകയാണ്. ഈശോമിശിഹായി ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഇവ തമ്മിലുള്ള ക്ലാഷില്ല, ഇവ തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്ന അവസരമൊന്നുമില്ല. ദൈവ സ്വഭാവം ഈശോമിശിഹ, നമുക്കറിയാം, മാനുഷികമായിട്ട് ഒരു വ്യക്തിയിൽ 2 സ്വഭാവം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിന് പറയുന്നത്? 2 പേഴ്സണാലിറ്റി. എന്താണ് നമ്മൾ പറയുന്നത്? ഡിസോർഡർ അല്ലെ, ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. പെണ്ണുങ്ങളാണെങ്കിൽ നാഗവല്ലി, ഓരോ സമയത്ത് ഓരോ സ്വഭാവം, ഡ്യുവൽ പേഴ്സണാലിറ്റി. ആണുങ്ങളാണെങ്കിൽ അന്യൻ, റമോ എന്ന് പറയുന്നത് പല സ്വഭാവം. ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അവൻ ഓരോ സമയത്ത് ഓരോ സ്വഭാവം, ഭയങ്കര പ്രശ്നമല്ലേ. നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ ഇഷ്ടപ്പെടാതെ പൊരുത്തമില്ലാത്ത സ്വഭാവമാണ്, അത് ഡിസോർഡർ. അപ്പൊ ഈശോമിശിഹായിലെ ഈ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഡിസോർഡർ അല്ലായിരുന്നു, ഓർഡറാണ്. ഈ 2 സ്വഭാവവും സമഞ്ജസമായിട്ട് സമ്മേളിച്ചത് ഈശോമിശിഹായി. ആ ഈശോമിശിഹായിലാണ് വിവാഹിതരെ ഒന്നാകുന്നത്, ഭാര്യയും ഭർത്താവ്. ഈശോമിശിഹായിൽ ഒന്നാകുന്ന ദമ്പതികൾ. ഇനിയും ഈ ബന്ധത്തെ എങ്ങനെയാണ് പൗലോസ്ലീഹ ഉപമിക്കുന്നത്? മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ്. മിശിഹായ എങ്ങനെയാണ് മിശിഹായും സഭയും തമ്മിലുള്ള പ്രത്യേകത എന്നാണ്? തല മിശിഹായാണ്, ശരീരം സഭയാണ് അല്ലെ. അവരൊന്നാണ്. തലയും ശരീരവും തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല, അവരൊന്നാണ്. അതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിൽ ഭർത്താവ് തലയും ഭാര്യ ശരീരമാണെന്ന് പറയുമ്പോൾ ഒരാൾ മുകളിൽ നിൽക്കുന്നു, ഒരാൾ താഴെ നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. 2 അത്രമാത്രം ഒന്നാണ്. 2 പേരും ഒരു ശരീരം പോലെ അത്രമാത്രം ഒന്നാണ്, വേർതിരിക്കാനാവാത്തത്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ച് ചെറുക്കൻ ദുബായിലോട്ട് പോയി, പെണ്ണ് ഇവിടെ മടങ്ങുമ്പോൾ തന്നെ താമസിക്കുക. 2 പേരും 2 അകത്ത. പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവ. കാരണം എന്താ? അവരൊന്നാണ്. 2 സ്ഥലത്ത് പോയാലും അവരൊരു ശരീരം. അതുകൊണ്ട് എന്താണ്, വേറെ ഒരുത്തൻ്റെ കൂടെ പോകാനായിട്ട് അവർക്കാകത്തില്ല, വേറെ ഒരുത്തയുടെ കൂടെ പോകാനായിട്ട് ഇവരും ആകത്തില്ല. കാരണം ഒരു ശരീരമാണ്. കാഴ്ചയിൽ 2ആയിട്ട് 2 സ്ഥലങ്ങളാണ്. അതാണ് അത്രമാത്രമുള്ള വിവാഹത്തിലെ ഒരുമ. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈശോമിശിഹ നൽകുന്ന കൃപയിലൂടെയാണ്. ദൈവിക വ്യക്തികളാണ് ഏക ദൈവമായിരിക്കുന്നത് പോലെ ഈശോമിശിഹായിൽ ഒന്നാകുന്ന ഭാര്യയും ഭർത്താവും അവർ ജീവിതകാലം മുഴുവൻ ഒരു ശരീരമായിട്ട് തീരുകയാണ്. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഇവര് ഒരു ശരീരമായിട്ട് തീരുന്നത്? സഭ വെറുതെ പ്രഖ്യാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വിവാഹത്തെ കുറിച്ച് പലരും പറയുന്ന ഒരു കാര്യമാണ്, വിവാഹത്തെ പലരും കാണുന്നത് അതിന്റെ അർത്ഥം, സാക്രമെന്റിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ ചിന്തിക്കുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ലൈസൻസാണ് ഒരുമിച്ച് ജീവിക്കാൻ. ആരും ഒന്ന് പ്രശ്നം പറയാം, എന്താണ് ഇവരോടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇവരോട് ജീവിക്കുന്നത്
ചോദിക്കുന്നതെന്ന് ആരും നമ്മളോട് പറയില്ല. വഴി കൂടെ പോകുമ്പോഴത്തേനും ഇവരൊന്നും എന്താ പരിപാടി ആരും ചോദിക്കരുത്. അതുകൊണ്ട് ഒരു സമൂഹം നൽകുന്ന ഒരു ലൈസൻസ് ആയിട്ട് അല്ലെങ്കിൽ സഭ നൽകുന്ന ലൈസൻസ് ആയിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ കത്തോലിക്ക വിശ്വാസത്തിൽ വിവാഹം കൂദാശ എന്ന് പറയുന്നത് അതൊരു സാക്രമെന്റ് ആണ്. ഒരു ശരീരമായിട്ട് ജീവിക്കുന്നതിന് ദൈവം കൃപ നൽകുന്ന കൂദാശയാണ്. വിശുദ്ധ കുർബാന എന്ന കൂദാശ ദമ്പതികളെ, സ്ത്രീ പുരുഷന്മാരെ ഏക ശരീരമാക്കി മാറ്റുന്നു എന്ന് നമ്മൾ കാണുകയായി. അല്ലെങ്കിൽ ഏക ശരീരമായിട്ട് ജീവിക്കുവാനുള്ള കൃപ വിശുദ്ധ വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികൾക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കർമ്മം എങ്ങനെയാണ് നമ്മുടെ വിശുദ്ധ വിവാഹം എന്ന കൂദാശയിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മൾ ആദ്യം കണ്ട ഒരു കാര്യമുണ്ട്. ഓരോ കൂദാശയ്ക്കും ആ കൂദാശ നൽകുന്ന അനന്യമായ ഒരു കൃപാവരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ കൂദാശയിലും മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കൃപാവരമുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപാവരം, വിവാഹം എന്ന കൂദാശയിലൂടെ കിട്ടുന്ന കൃപാവരം, അല്ലെങ്കിൽ തിരുപ്പെട്ടം എന്ന കൂദാശയിലൂടെ കിട്ടുന്ന കൃപാവരം. ഈ കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിൽ ആത്മാവ് ഒന്ന് തന്നെ. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ നൽകും. പക്ഷെ ഈ സഭയുടെ കൂദാശകളിലൂടെ കിട്ടുന്ന കൃപാവരത്തിൽ വ്യത്യസ്തമായ കൃപാവരമാണ്. എന്തിനാണ്? വ്യത്യസ്തമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. വിവാഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ് നമ്മൾ പറഞ്ഞു? പരസ്പരം ഏക ശരീരമായി സ്നേഹിക്കുക. രണ്ടാമത്തെ ദൗത്യം ദൈവത്തോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. വിശുദ്ധ വിവാഹം എന്ന കൂദാശയുടെ ഉടനീളം നമ്മൾ പ്രാർത്ഥനകൾ, നിങ്ങൾ വിശുദ്ധ കൂദാശയുടെ പുസ്തകം, വിവാഹം എന്ന കൂദാശയുടെ പുസ്തകം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നെറ്റിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ഒന്നിപ്പിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, യോജിപ്പിക്കുന്നു. അതാണ് വിവാഹം എന്ന കൂദാശയ്ക്ക് ഒരു ഉദ്ദേശവും. ദമ്പതികളെ യോജിപ്പിക്കുന്നു. എങ്ങനെ യോജിപ്പിക്കുന്നു? ഒരു ശരീരമായി. അങ്ങനെയെങ്കിൽ 17-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി നിങ്ങൾ വിവാഹ കൂദാശ സ്വീകരിക്കാനായിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേർ നാട്ടിലും കട്ടപ്പനയിലും കിടന്ന ഇതുവരെ ജീവിച്ചിരുന്ന ഭാര്യയും ഭർത്താവും, പുരുഷനും സ്ത്രീയും, രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചവര്, രണ്ട് സ്കൂളുകളിൽ പഠിച്ചവര്, രണ്ട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തവര്, വ്യത്യസ്തരായ രണ്ടാളുകൾ 17-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി നിങ്ങളുടെ ദേവാലയത്തിൽ, വിവാഹം നടക്കുന്ന ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾ ഈ വിവാഹ കൂദാശയിൽ പങ്കുചേരുമ്പോൾ കൂദാശയിലൂടെ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ശരീരമായിട്ട് തീരുകയാണ്. സത്യത്തിൽ വിവാഹ കൂദാശ സ്വീകരിക്കുന്നവര് വിശ്വസിക്കേണ്ട വലിയൊരു സത്യമാണ്. ഈ കൂദാശ സ്വീകരണം അനുഭവമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂദാശയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും നമ്മൾ കാണുന്നത് അപ്പവും വീഞ്ഞുമാണ്. പക്ഷേ നമ്മൾ കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ടാണ് അതിനെ സ്വീകരിക്കുന്നത്. സത്യമായിട്ട് അത് കർത്താവിന്റെ ശരീരവും രക്തവുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമില്ലാത്തടത്ത് വിശുദ്ധ കുർബാനയുടെ സ്വീകരണം രഹിതമാണ്. എന്ന് പറയുന്നത് പോലെയാണ് വിവാഹിതരെ, വിവാഹം കഴിക്കാൻ പോകുന്നവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ പറയുന്ന വിവാഹത്തിന്റെ ദിവസം പള്ളിയിൽ ചെന്ന് ഈ കൂദാശയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ ഒന്നായി തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദമ്പതികളോട് പലപ്പോഴും വിവാഹമൊരുക്ക സംജ്ഞാനം ചോദിക്കാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പള്ളിയിൽ നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ വിവാഹ കൂദാശയുടെ സമയം കഴിഞ്ഞപ്പോൾ, വിവാഹ കൂദാശ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ചെറുക്കനെ കാണുന്നില്ല, പെണ്ണ് മാത്രമേ ഉള്ളൂ. വിചാരിച്ചു പറഞ്ഞു, ആരും പേടിക്കണ്ട, ചെറുക്കനുണ്ട്, രണ്ടുപേരും ഒന്നായിട്ട് നമ്മൾ ഒടുത്തും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചെറുക്കൻ പെണ്ണില്ല, ചെറുക്കൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയില്ല. അല്ലെങ്കിൽ രണ്ടുപേരൂടെ ചേർന്നൊരു വല്ലാത്തൊരു ഹൈന്ദവ നമ്മള് അവരുടെ ചിന്തകളിലൊക്കെ പറയുന്ന ഒരു അർത്ഥനാരി, പകുതി ചെറുക്കൻ പകുതി ജയിച്ചനും പകുതി മേഴ്സിയായിട്ട് അങ്ങനെ നമ്മൾ ഒന്നായി കണ്ടിട്ടില്ല. നമ്മൾ കാണുമ്പോൾ കല്യാണം കൂദാശ കഴിഞ്ഞ് രണ്ടുപേരും രണ്ടായിട്ട് തന്നെയാണ് പുറത്തിറങ്ങി കഴിഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ സ്വഭാവങ്ങൾ മാറ്റം വന്നിട്ടില്ല. രണ്ടുപേരും പഴയ ആളുകൾ ഇതൊക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. കാണുമ്പോൾ രണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കൂദാശ എടുത്തു നോക്കി, വിശുദ്ധ കുർബാന എടുത്തു നോക്കി, കുർബാനയിൽ എന്താ നമ്മൾ കാണുന്നത്? അപ്പവും വീഞ്ഞും. കൂദാശ സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ കൂദാശ സ്വീകരണം കഴിഞ്ഞ് അല്ലെങ്കിൽ കൂദാശ സ്വീകരിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? അപ്പോഴും നമ്മൾ കാണുന്ന അപ്പവും വീഞ്ഞുമാണ്. ഇനിയും കർത്താവിന്റെ തിരക്ക് നമ്മൾ സ്വീകരിക്കുമ്പോഴും നമ്മുടെ
നാവിൽ അനുഭവപ്പെടുന്ന രുചി അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എല്ലാം വീഞ്ഞിന്റെ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മളതിനെ വീഞ്ഞായിട്ടാണോ കരുതുന്നത് അല്ലെങ്കിൽ അപ്പമായിട്ടാണോ കരുതുന്നത്? അല്ല, കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ സത്യമായിട്ടും അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് പോലെ വിവാഹം എന്ന കൂദാശയിൽ രണ്ട് ശരീരങ്ങൾ ചെല്ലുന്നു. കൂദാശ കഴിഞ്ഞ് കാണുമ്പോൾ അവർ രണ്ട് ശരീരം തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന സത്താപരമായൊരു മാറ്റമുണ്ട്. എന്താണ്? രണ്ട് ശരീരങ്ങൾ ഒരു ശരീരമായിട്ട് സത്യമായിട്ട് മാറി. സ്നേഹമുള്ള വിവാഹത്തിലാകാൻ പോകുന്ന യുവാക്കന്മാരെ, നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വിവാഹ ദിവസത്തിൽ സംഭവിക്കുന്ന, ഈ കൂദാശയിൽ സംഭവിച്ച ഈ കർമ്മത്തിലുള്ള വിശ്വാസപൂർണമായ അനുഭവമാണ്. ഒരിക്കലും അച്ഛൻ ഓർക്കുന്നു, ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, പ്രായമായ അധ്യാപകനാണ്, സീനിയറായിട്ടുള്ള അധ്യാപകനാണ്. ഈ മനുഷ്യനോട് ഈ ദൈവശാസ്ത്രം ഈ ചിന്ത പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ഈ ചിന്തയെ പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ചിരി പറഞ്ഞു ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ്. ഞാൻ ചോദിച്ചത് എന്താ? അദ്ദേഹം ഒരു ചിരിയൊക്കെ തിരിച്ചപ്പോൾ ഞാൻ എന്ത് പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, പലപ്പോഴും പല കാര്യങ്ങളിലും അവളോട് പല ആദ്യകാലത്തുണ്ടായിരുന്നവളുടെ സ്നേഹവും പലപ്പോഴും ഇഷ്ടക്കേടുകളൊക്കെ പലതും ഒക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും അകലാനായിട്ട് ഇഷ്ടക്കേടിന് പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന എന്തോ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയും വർഷം ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് അദൃശ്യമായ ഈ ഒരു ബന്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഥമ ദൃഷ്ടിയ അകർച്ചയിലാണെങ്കിലും അന്തർധാര വളരെ സജീവമാണ്. ഈ അന്തർധാര എന്ന് പറയുന്നത് പരിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ദമ്പതികൾക്ക് ലഭിക്കുന്ന കൃപാവരമാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താൻ പറ്റുകയില്ല. ദൈവം ഈ കൂദാശയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ ഇവരെ രണ്ടുപേരെ ഒട്ടിച്ചു ചേർത്തു. ഇനിയും ഇവര് വിചാരിച്ചാലോ, നമ്മൾ വിചാരിച്ചാലോ, കോടതികൾ വിചാരിച്ചാലോ ഒന്നും ഇവരെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ദൈവം യോജിപ്പിച്ചത്. കാഴ്ചയിൽ ചിലപ്പോൾ രണ്ടായിട്ട് തോന്നും. അവൾ അവളുടെ വീട്ടിൽ നിൽക്കുക, അവൻ അവന്റെ വീട്ടിൽ നിൽക്കുക, പിന്നെ എന്ത് താമസം അവരെ യോജിപ്പിച്ചു കൊടുത്തുകൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ മോചിപ്പിച്ചു കൊടുക്കാൻ വൈദികനോ മെത്രാനോ സഭയ്ക്കോ ഒന്നും അനുവാദമില്ല. അതുകൊണ്ടാണ് സഭയ്ക്ക് വിവാഹമോചനമില്ല എന്ന് പറയുന്നത്. സഭയ്ക്ക് വിവാഹമോചനമില്ല. അപ്പൊ പിന്നെ ഈ നടക്കുന്നത് എന്താണ്? വിവാഹ കോടതികളൊക്കെ സഭയ്ക്കുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. എന്താണ് ചെയ്യുന്നത്? ഈ വിവാഹം അസാധുവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് വിവാഹ അസാധുവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇതിനെ യോജിപ്പിച്ചില്ല എന്ന് സഭ പറയുകയാണ്. അങ്ങനെ ദൈവം യോജിപ്പിച്ചില്ല എന്ന് സഭയ്ക്ക് പറയാൻ പറ്റുമോ? ഇത് ദൈവം യോജിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതായ തന്നെയാണ് സഭ തന്നെയാണ്. സഭയ്ക്കാണ് ഈ കൂദാശ പരികർമ്മം ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ കൂദാശയുടെ പരികർമ്മത്തിൽ, അല്ലെങ്കിൽ ഈ വിവാഹ കൂദാശയിൽ പങ്കുചേർന്ന ദമ്പതികളുടെ ഒരുക്കത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ കാണും വിവാഹത്തെ അസാധുവാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. ആ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ട് ദൈവം ഈ കൂദാശയിൽ അവരെ ഒന്നിപ്പിച്ചില്ലായിരുന്നു എന്ന് പ്രഖ്യാപിക്കുക മാത്രമേ സഭ ചെയ്യുള്ളൂ. അല്ലാതെ വാലിഡായിട്ട് ദൈവം യോജിപ്പിച്ച ഒരു വിവാഹത്തെ അസാധുവാക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ മോചിപ്പിക്കുവാനായിട്ട് സഭയ്ക്ക് അധികാരമില്ല. നമ്മൾ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹ മോചനമല്ല അല്ലെങ്കിൽ അസാധുവാക്കുവല്ല കാര്യം, മറിച്ച് ദൈവം വിവാഹ കൂദാശയിലൂടെ എങ്ങനെ യോജിപ്പിക്കുന്നു എന്നതിനെ ചിന്തിക്കുന്നതാണ് പ്രധാന കാര്യം. നിങ്ങൾ 17-ാം തീയതി, 28-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി നിങ്ങളുടെ വിവാഹ ഡേറ്റിന്റെ നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ദൈവം നൽകുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു തലം കൂടുതൽ ഇതിനകത്ത് കിട്ടുകയാണ്. നേരത്തെ വിവാഹം എന്ന് പറയുമ്പോൾ ചടങ്ങുകളും വലിയ കാര്യങ്ങളും ഒക്കെയാണ്. എന്തുമാത്രം ചടങ്ങുകളാണ് വിവാഹ ആഘോഷവും വിവാഹ കൂദാശയായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകൾ, വിവിധമായ ചടങ്ങുകളൊക്കെ നമ്മൾ കാണുന്നത്. വലിയ പ്രദക്ഷിണങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ന്യൂജൻ കലാപരിപാടികളൊക്കെ, പെണ്ണ് വരുമ്പോൾ ചെറുക്കം വരുമ്പോൾ അതിനു വേണ്ടിയുള്ള കലാപരിപാടികളൊക്കെ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫ്ലവർ ഗേൾസ് ഒക്കെ വെച്ച് കളർഫുൾ ആക്കിയാണുള്ള ഈ ആൾക്കൂട്ടങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വിവാഹം നടത്തുവാനായിട്ട് ദൈവം നിയോഗം തന്നവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് ചെല്ലുന്ന ഒരു ശൂന്യത ഒരുപക്ഷെ വലിയ ആളൊന്നുമില്ല. നമ്മൾ വിചാരിച്ചത് 2-ാം ക്ലാസ്സിലെ വിചാരിച്ചതാണ് കല്യാണം ആകുമ്പോഴത്തേക്കും നല്ല കളർഫുൾ ആയിട്ട് കല്യാണം നടത്തണമെന്ന് ചിന്തിച്ചാൽ. നേരത്തെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പറഞ്ഞാൽ വിവാഹത്തിന് കുതിരയായിട്ട് 2 കുതിര വേണം. പെണ്ണും അവളും ഞാനും കുതിരപ്പുറത്താണ് വരുന്നത്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ കുതിരയെ പോയിട്ട് ആൾക്കാരെ കൊണ്ട്
ഇവിടെ സംഭവിക്കുന്ന അതൊന്നുമല്ല. ക്യാമറാമാന്റെ അല്ലെങ്കിൽ ആംഗിളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്ലവർ ഗേൾസിന്റെ വർണ്ണശബ്ദതയോ ഒന്നുമല്ല നമ്മുടെ വിവാഹ കൂദാശയുടെ മഹത്വം എന്ന് പറയുന്നത്. മറിച്ച് ദൈവം ആ സമയത്ത് ചെയ്ത ഒരു പ്രവർത്തിയുണ്ട്. രണ്ട് ശരീരങ്ങളെ ഒന്നാക്കി മാറ്റുക, എന്നേക്കുമായിട്ട് ഒന്നാക്കി മാറ്റുകയാണ്. ഇത് മാറ്റുന്നത് എല്ലാ കൂദാശകളും വിശുദ്ധ കുർബാന പോലെ തന്നെ അപ്പവും വീഞ്ഞും. വിവാഹം എന്ന കൂദാശയെ കുർബാനയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി ദൈവശാസ്ത്രം വ്യാഖ്യാനിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പവും വീഞ്ഞും കുർബാനയിൽ വസ്തുക്കളായിട്ട് വരുന്നത് പോലെ തന്നെ വിവാഹ കൂദാശയിൽ പെണ്ണും ചെറുക്കനും പുരുഷനും സ്ത്രീയും രണ്ട് വസ്തുക്കളാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ്, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തികളാണ്, രണ്ടുപേര്. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ എന്നേക്കുമായിട്ട് കൂദാശയുടെ വേളയിൽ ദൈവം യോജിപ്പിച്ചിട്ട് ഇവര് കർത്താവിൽ ഒരു ശരീരമായിട്ട് തീരുന്നു. കർത്താവിൽ ഒരു ശരീരമായിട്ട് തീരുന്നു. ഇതെവിടെയാണ്? കൂദാശ ഭാഗത്താണ്. ഇത് കൂദാശ ഭാഗത്താണ്. നമ്മുടെ വിവാഹ കൂദാശ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവിന്റെ ശരീരമായ സഭ രൂപപ്പെടുന്നു. ഈ കുർബാനയുടെ മധ്യത്തിൽ മറ്റൊരു സഭ രൂപപ്പെടുക. എന്താണ്? രണ്ട് ശരീരങ്ങൾ ഒന്നായി കർത്താവിന്റെ സഭയുടെ വലിയ പ്രതിച്ഛായയായിട്ട് അവർ മാറുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് വിവാഹ ബന്ധത്തെ മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധത്തോട് ചേർന്ന് വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ്. സഭയും മിശിഹായും ഒന്നായിരിക്കുന്നത് പോലെ പുരുഷനും സ്ത്രീയും വിവാഹ കൂദാശയിൽ കുർബാനയുടെ മധ്യത്തിൽ അവർ ഒന്നായി തീരുക വലിയൊരു രഹസ്യമാണ്. ഇനിയും എപ്പോഴാണ് കാർലസുസ പ്രാർത്ഥന കഴിഞ്ഞ് വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? ആദ്യമായിട്ട് ചെയ്യുന്നത് പരസ്പരമുള്ള സമ്മതം ചോദിക്കുന്നത്. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പൂർണ്ണമായ സമ്മതത്തോടും സ്വതന്ത്രമായ മനസ്സോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ആ സമ്മതം എന്താണ്? ആ സമ്മതം നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളെ രണ്ടുപേരെയും കൂടി യോജിപ്പിച്ചു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യന്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യുകയില്ല. വിശുദ്ധനായ സഭാപിതാവ് പറഞ്ഞില്ലേ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നമ്മൾ പലപ്പോഴും ദമ്പതികൾ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവർ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വിവാഹിതരായ ആളുകളുടെ ജൽപ്പനങ്ങളോ പലപ്പോഴും നമ്മൾ കേട്ടുള്ള ഒരു കാര്യമാണ്, ഏത് സമയത്താണോ ഇവിടെ എന്റെ തലയൊന്ന് കയറുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് പറയും, ദൈവം എന്തിനാണ് ഇവിടെ എന്റെ തല കെട്ടിവെച്ചത്? എത്രയോ നല്ല ആലോചനകളാണ് ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പൊ ദൈവം സത്യത്തിൽ തിരിച്ചു ചോദിക്കുന്ന ആരും പറഞ്ഞില്ല, ഞാൻ നിന്നോട് ചോദിച്ചല്ലേ വേണമെന്ന് പറഞ്ഞിരുന്ന ചെയ്തില്ലായിരുന്നല്ലോ. ദൈവം മനുഷ്യന്റെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, മനസ്സമ്മതം എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. പലപ്പോഴും അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ മനസ്സമ്മതം സമ്മതം പറച്ചിൽ മാത്രമാണെങ്കിൽ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിൽ വെച്ച് കാരണവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി രണ്ടുപേരെയും കൂടെ വിളിച്ചു, റെഡി മേഴ്സി ഇവനെ ജയിക്കാൻ കെട്ടാൻ റെഡിയാണോ എന്ന് കാരണവന്മാർ ചോദിച്ചാൽ പോരെ? സമ്മതം പറച്ചിൽ മാത്രമാണ്. ഇതെന്തിനാ ഈ പള്ളിയിലോട്ട് വെച്ച് നടത്തിയിട്ട് വലിയ ചടങ്ങായിട്ട് രണ്ട് ചടങ്ങെന്തിനാ? ഇത് വെറും സമ്മതം പറച്ചിൽ മാത്രമല്ല. കർത്താവിന്റെ അൾത്താരയുടെ മുമ്പിൽ പോയി നിന്ന് ദൈവത്തിന് നമ്മൾ സമ്മതം കൊടുക്കുക. ഞാൻ ഇവനെ സ്വീകരിച്ചോളാം, എനിക്ക് സമ്മതമാണ്, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒന്നാക്കിത്താം. അതാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. ആ നമ്മൾ കൊടുക്കുന്ന സമ്മതത്തിനാണ്. അതുകൊണ്ട് തന്നെ വിവാഹ കൂദാശയിൽ പൂർണ്ണമായ മനസ്സും സ്വതന്ത്രമായ മനസ്സും വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തോടുകൂടി. ചെറുക്കന്റെ പുറകിൽ തോക്ക് വെച്ചിട്ട് ചെറുക്കന്റെ അപ്പം പറയാണ് പെണ്ണിനെ ഇഷ്ടമാണ്, പെണ്ണിന്റെ അപ്പൻ ചെറുക്കന്റെ പുറകിൽ തോക്ക് വെച്ചിട്ട് പറയാണ് പെണ്ണിനെ ഇഷ്ടമാണ് പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായ മനസ്സിൽ വേണം അവർ പറയാനായിട്ട്. അതുകൊണ്ട് വിവാഹ കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്ന കാര്യം രണ്ടുപേരുടെ സമ്മതം ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഈ വിവാഹം ഒരുക്കുന്ന നാളുകളിൽ അല്ലെങ്കിൽ മനസ്സമ്മതം മറ്റ് കർമ്മങ്ങളുടെയൊക്കെ നാളുകളിൽ നമ്മൾ ചെയ്യുന്നതാണ്, മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ ഞങ്ങളെ യോജിപ്പിക്കാൻ ഒന്നാക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് ഞങ്ങളെ ഒന്നാക്കിക്കോ എന്ന് പറയുക. ഇനി അതിനുശേഷം സംഭവിക്കുന്നതാണ് ആദ്യത്തെ ആശീർവാദം. നമ്മള് സഭയുടെ കൂദാശകൾ പരിശോധിക്കുമ്പോൾ പറയാം, ആശീർവാദ പ്രാർത്ഥന, സാമീത പ്രാർത്ഥന, കൈവപ്പ് പ്രാർത്ഥന. വിശുദ്ധ കുർബാനയിലാണെങ്കിലും തിരുപ്പട്ട കൂദാശയിലാണെങ്കിലും അല്ലെ, തിരുപ്പട്ട കൂദാശയിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം 3 കൈവപ്പ് പ്രാർത്ഥനയിലൂടെ കൈവപ്പ് പ്രാർത്ഥനയുണ്ട്. ഈ കൈവപ്പ് പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ കമന്ററി ഉണ്ട്. എന്താണ് ഈ കൈവപ്പ് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ശംശാന കർത്താവിന്റെ പുരോഹിതനായിട്ട് മാറിയിരിക്കുന്നു. അവിടെ ഒരു കാര്യം സംഭവിക്കുക, കല്യാണത്തിന് കമന്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 3ാമത്തെ കൈവപ്പ് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന എന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സണും റോസ്മേരിയും കർത്താവിൽ കർത്താവിൽ ഒന്നായിട്ട് അവിടെ ഒന്നായി പൂർണ്ണമായിട്ട് അവര് ഒരു ശരീരമായിട്ട് മാറുന്ന സംഭവം അവിടെ നടക്കുകയാണ്. അപ്പം 1ാമത്തെ കൈവപ്പ് പ്രാർത്ഥന, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിവാഹത്തിന്
രണ്ട് ശരീരത്തെ ഒരു ശരീരമാക്കി മാറ്റുക. വിവാഹത്തിൽ നിങ്ങളെ ബന്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ആശീർവാദം. ഈ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് സാധാരണ വിവാഹ കൂതാശയുടെ ഈ സമയത്തൊക്കെ ദമ്പതികളുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള പല പല കാര്യങ്ങളുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ബഹളം, മറ്റു പല കാര്യങ്ങളും, ക്യാമറാമാൻ അവിടുത്തെ മുകളിൽ കൂടെ ഇരിക്കാൻ പറഞ്ഞ് നടക്കുന്നതെല്ലാം നമ്മുടെ ഇതാണ്. പക്ഷേ ഇതൊന്നും അല്ല അവിടെ സംഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒന്നാമത്തെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ഈ രണ്ട് ശരീരങ്ങളെ ഒന്നാക്കി മാറ്റി പ്രാർത്ഥിക്കുക. അതിന് ഈ ദൈവശാസ്ത്രം മനസ്സിലാക്കിയതിനു ശേഷം വിവാഹ കൂതാശ ആശീർവദിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഉണ്ടാകുക. ഭൂമിയിലെ എന്ത് വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കത്തോലിക്ക പുരോഹിതൻ അവിടെ കർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് നിർവഹിക്കുന്നത്. രണ്ട് ശരീരങ്ങളെ ഒന്നാക്കി മാറ്റാൻ. അത് കണ്ടിട്ട് വിദ്യയല്ല, യഥാർത്ഥത്തിൽ സത്യമായിട്ടും രണ്ട് ശരീരങ്ങൾ ഒന്നായി ഔദാശികമായിട്ട് ദൈവം നിർവഹിക്കുന്നതാണ്. ഇനി ഈ കൂതാശ, ഈ കൈവപ്പ് പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വസ്തുക്കളെ ആശീർവദിക്കുക. നമ്മുടെ കുർബാനയിലാണെങ്കിൽ നമുക്ക് കാണാം വസ്തുക്കളുണ്ട്, അപ്പവും വീഞ്ഞും, അത് വലിയ വസ്തുക്കളാണ്. അവയെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെ കുറെ വസ്തുക്കളുണ്ട്. എന്തൊക്കെയാണ് വസ്തുക്കൾ? താലി അല്ലെ, മന്ത്രകോടി ആശീർവദിക്കുന്നു. അത് ആശീർവദിക്കുക എന്തിനാണ്? അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമായ അടയാളങ്ങൾ. താലിയെ ആശീർവദിക്കുന്നതിന് കാരണം താലി ഒരു നൂല, പക്ഷെ താലി വെറും ഒരു നൂലല്ല, മറിച്ച് ദൈവം ഈ ബന്ധിപ്പിക്കലിന്റെ അടയാളമായിട്ട് ഈ താലിയെ ആശീർവദിക്കും. ഈ ചെയ്യുന്ന പ്രവൃത്തി ഭൗതികമായ ഒരു പ്രവൃത്തിയാണ്, പക്ഷെ ഇതിനെ ഒരു ആത്മീയമായ പ്രവൃത്തിയായിട്ട്, ദൈവികമായ പ്രവൃത്തിയായിട്ട് മാറ്റുകയാണ്. അപ്പോൾ താലി ആശീർവദിക്കുന്നു, മന്ത്രകോടി ആശീർവദിക്കുന്നു. അതോടൊപ്പം തന്നെ മോതിരങ്ങൾ, പരസ്പര സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും കൂട്ടായ്മയുടെ ഒക്കെ അടയാളമായിട്ട് രണ്ടുപേരുടെയും മോതിരങ്ങൾ ആശീർവദിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമാണ് ഇത് ആശീർവദിക്കുക. അങ്ങനെ വസ്തുക്കൾ ആശീർവദിക്കുക. അതാണ് രണ്ടാമത്തെ ആശീർവാദ പ്രാർത്ഥന. മൂന്നാമത്തെ കൈവപ്പ് പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കൂതാശാഭാഗം, വിവാഹ കൂതാശാഭാഗം പൂർത്തിയാക്കുക. എന്താണ് ഈ കൂതാശാഭാഗത്തിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൂതാശാഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഇവര് സമ്മതം പറയുകയാണ്. ഇന്ന് മുതൽ മരണം വരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇനിയും വേർതിരിക്കാൻ പാടില്ല അല്ലെ? നിങ്ങൾ ഇന്ന് ആധുനിക ലോകത്ത് ഒത്തിരിയേറെ വിവാഹ മോചനങ്ങളിലേക്ക് നാളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് വിവാഹം കഴിച്ച് ഒരാഴ്ച കഴിയുന്നതിന് വിവാഹ മോചനത്തിന് വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വലിയ സത്യം, നമ്മൾ സ്വീകരിക്കുന്ന ഈ കൂതാശ എന്നേക്കുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ സമ്മതം ചോദിച്ചു. ഇതൊന്നും കൂടാതെ ഇത് ചെയ്യുന്നതിന് മുമ്പ്, അവസാനം ഈ കർമ്മം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ദമ്പതികളെ കൊണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ കൈവച്ച് സത്യം ചെയ്യിപ്പിക്കുക. എന്താണ് അവരുടെ സമ്മതം? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് 100% സമ്മതമാണ്. ധൈര്യമായിട്ട് ഞങ്ങളെ യോജിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന കാർമീനർ ചെയ്യുമ്പോൾ കർത്താവ് അവിടെ ഇവരെ ഒന്നിപ്പിക്കലിന്റെ കർമ്മം ഇവിടെ പൂർത്തിയാകും. ഈ ഒരു കൂതാശയിലേക്കാണ് നിങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൊറോണ കാലമാണ്, വലിയ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഈ പ്രവൃത്തി ഇവിടെ നടക്കും. കർത്താവിന് ലോക്ക്ഡൌൺ ഇല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് നിങ്ങളെ യോജിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യും. വേറെ ഒന്നുമില്ലെങ്കിലും, അതുകൊണ്ട് കല്യാണത്തിനൊന്നും ഇല്ലെന്ന് ചിന്തിക്കരുത്. ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. എന്താണ്? കർത്താവ് നിങ്ങളെ എന്നേക്കുമായിട്ട് യോജിപ്പിക്കും, ഒരു ശരീരമായിട്ട് മാറ്റും. ആ ഒരു വലിയ കർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ നാളുകൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞ് ഈ കർമ്മത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊറോണ കാലയളവിൽ നമ്മൾ ഓൺലൈനായിട്ട് പോലും ഈ ഒരു കാര്യം ക്രമീകരിച്ചത്. ഇതിന് ഒരുക്കം ആവശ്യമാണ്. ഉദാശയാണ്. ദൈവം നമുക്കൊരു ഈ കൃപയെന്ന് പറയുന്നത് എന്നേക്കുമായിട്ടുള്ള കൃപയാണ്. ഒരു വൈദികൻ തിരുപ്പട്ട കൂതാശയുടെ സമയത്ത് മെത്രാന്റെ മുമ്പിൽ മുട്ടുകുത്തു നിന്ന് ആശീർവാദം കൈവപ്പ് സ്വീകരിക്കുമ്പോൾ കർത്താവ് അവന്റെ മരണം വരെയുള്ള ജീവിതനാളുകളിലേക്കുള്ള കൃപാവരം മുഴുവൻ ഈ ഒരു ദിവസം, ഈ ഒരു സമയത്ത്, അതാണ് കൂതാശയുടെ സമയം എന്ന് പറയുന്നത്. ഈ കൂതാശയുടെ സമയത്ത് അവൻ തരികയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദമ്പതികളാകാൻ പോകുന്നവരെ, നിങ്ങൾക്ക് ദൈവം നൽകുന്ന കൃപാവരം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ, ഒരു ശരീരമായിട്ട് ജീവിക്കാനായിട്ട് ഉള്ള ഒരു കൃപ തന്നെയാണ്. രണ്ടാമത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള കൃപയാണ്. നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മൾ ഓർത്തു നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേർക്ക് ഡോക്ടർമാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ വലിയ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ, മക്കളില്ലാത്ത ഒത്തിരിയേറെ ദമ്പതികളുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്
നേടിയെടുക്കുന്ന കാര്യമൊന്നും, ഇതൊരു കൃപയാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണ്. അത് നമ്മുടെ ആരുടെയും എടുക്കുന്നുവല്ല. അതുകൊണ്ട് മക്കളുള്ളവര് മക്കളില്ലാത്തവരെക്കാൾ ശ്രേഷ്ഠരൊന്നുമല്ല, അല്ലെങ്കിൽ മക്കളില്ലാത്തവർ മക്കളുള്ളവരെക്കാളും ഭാവികളോ ബലഹീനരോ ഒന്നുമല്ല, മറിച്ച് ദൈവം നൽകുന്ന കൃപയാണ്. ഈ കൂദാശയുടെ സ്വീകരണത്തിന്റെ സമയത്ത് വേണം മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത്. ചില ഈ വിവാഹ കൂദാശയുടെയൊക്കെ കർമ്മത്തിന്റെ അവസരത്തിൽ പലപ്പോഴും കാണാറുണ്ട്. ചില കപ്പിൾസ് ഒരു വളരെ ഭക്തിപൂർവ്വം ഈ സമയത്ത് കണ്ണുകളടച്ച്, ഈ ആശീർവാദ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ കണ്ണടച്ച് എത്രയോ, കാരണം അവരുടെ ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ്. കുറച്ചു കാലത്തിന് വേണ്ടി, ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു കൃപ കിട്ടുന്നത് ഈ ഒരു സമയത്താണ്, ഈ ഒരു സാക്രമെന്റിന്റെ സമയം, ഈ കൂദാശയുടെ സമയം. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഈ അവർ കിട്ടിയ താലിമാലയിൽ ഇങ്ങനെ കരം ചേർത്ത് പിടിച്ച് വളരെ വിശ്വാസത്തോടുകൂടി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന കാണാൻ തീർച്ചയായിട്ടും അപ്രകാരമുള്ള ഒരു ഒരുക്കത്തോടുകൂടിയുള്ളൊരു വിവാഹ കൂദാശ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി അച്ഛൻ്റെ അവസരത്തിൽ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ചുരുക്കം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഒന്നാമത്തെ ക്ലാസ്സാണ് വിവാഹം ഒരു കൂദാശയാണ്. വിവാഹം എന്ന് പറയുന്നത് സർക്കാർ നൽകുന്നതോ അല്ലെങ്കിൽ സഭ നൽകുന്ന ഒരു നിയമാനുവാദമോ ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു പെർമിഷനോ ലൈസൻസോ ഒന്നുമല്ല. കത്തോലിക്ക വിശ്വാസത്തിൽ വിവാഹം ഒരു കൂദാശയാണ്. എന്താണ് കൂദാശ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ കൃപാവരം ലഭിക്കുന്നതിന് ഓരോ കൂദാശയ്ക്കും അതാത് കൃപാവരം, സാക്രമെന്റൽ ഗ്രേസ് എന്നാണ് കൗദാശികമായ കൃപാവരം. ഈ കൗദാശികമായ കൃപാവരത്തിന് വ്യത്യാസമുണ്ട്. ഓരോ കൂദാശയ്ക്കും പ്രത്യേകമായ കൃപാവരം, ആത്മാവൊന്നു തന്നെ, പക്ഷേ ലഭിക്കുന്ന കൃപാവരം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അച്ഛന് കിട്ടുന്ന കൃപാവരം അല്ല ദമ്പതികൾക്ക് കിട്ടുന്ന കൃപാവരം. ദമ്പതികൾക്ക് കിട്ടുന്ന കൃപാവരം രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യം. പരസ്പരം ഒരു ശരീരമായിട്ട് സ്നേഹിക്കാനുള്ളത്. രണ്ടാമത്തത് സൃഷ്ടാവിനോടൊപ്പം സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായിട്ട്. ഇപ്രകാരം പങ്കുചേരുന്നതിന് വേണ്ടി പരിശുദ്ധ തൃത്വം, മൂന്ന് വ്യക്തികൾ ഏകദൈവമായിരിക്കുന്നത് പോലെ, ഈശോമിശിഹായിയുടെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും സമഞ്ജസപ്പെട്ടിരിക്കുന്നത് പോലെ പുരുഷനും സ്ത്രീയും ഈ വിവാഹ കൂദാശയുടെ സമയത്ത് രണ്ട് ശരീരമാണെങ്കിലും കൗദാശികമായിട്ട് അവർ ഏക ശരീരമായിട്ട് എന്നേക്കുമായിട്ട് മാറ്റപ്പെടുന്നു. പിന്നീട് അവർ ഒരു ശരീരമായിട്ട് ജീവിക്കും. അതുകൊണ്ട് കർത്താവ് നമുക്ക് മുന്നറിയിപ്പിലാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. അതുകൊണ്ട് ഈ വിവാഹ ബന്ധത്തിന്റെ രണ്ട് ഘടകങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് പറയാറുണ്ട്. യൂണിറ്റി ആൻഡ് ഡിസോൾവിറ്റി എന്ന് പറഞ്ഞാൽ ഏക ശരീരമാണ്. അവർ രണ്ടല്ല, ഏക ശരീരം. ഡിസോൾവിറ്റി അവർക്കിടയിൽ വേറെ ആരും ഇല്ല. അവരെ ആ ഒരു ബന്ധം ഒരു പവിത്രമായ ബന്ധമാണ്. രണ്ടുപേരും ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. തൃത്വം പോലെയുള്ള ഒരു ബന്ധമാണ്. അത് കാലയളവിൽ എന്ന് പറഞ്ഞാൽ മരണം വരെ അവര് ഏക ശരീരമായിട്ട് ജീവിക്കാനുള്ളവരാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂദാശയെക്കുറിച്ച് ആശയങ്ങൾ ക്രോഡീകരിക്കുവാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇതിന് ബോധപരമായ സഭയുടെ കാനോനികമായ വശങ്ങളും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്രപരമായ വശങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും